ജോർജിയയിലെ എൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടെന്ന്. കൃത്യസമയത്ത് തന്നെ ടാറ്റയുടെ വക ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായിരുന്നു. ഓട്സ്, കുറച്ച് ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഫ്ലേക്സ്, പിന്നെ അത്യാവശ്യം വയറ് നിറയാനുള്ള ഭക്ഷണമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കൃത്യം 10 മണിക്ക് തന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. ടാമോ തന്നെയാണ് ഇന്നും ഞങ്ങളുടെ സാരഥി. റീയും ജേക്കബും റാസിക്കും ഒക്കെ കൂടെ തന്നെയുണ്ട്. പ്രകൃതിയും ചരിത്രവും ഒരുപോലെ ഒത്തിണങ്ങിയ ഒരു ടൂറാണിന്ന്. ഞങ്ങൾ കാണാൻ പോകുന്ന സ്ഥലങ്ങൾ ജിൻവാലി റിസർവോയൽ, ഗുദാവുരി, പിന്നെ അനാനുരി, ഈ 3 സ്ഥലങ്ങളിലേക്കാണ്. അതിൽ ജിൻവാലിയും ഗുദാവുരിയും പ്രകൃതി ആസ്വദിക്കേണ്ട സ്ഥലങ്ങളാണെങ്കിൽ മൂന്നാമത്തെ സ്ഥലമായ അനനൂരി ഒരു ചരിത്രമുറങ്ങുന്ന സ്ഥലമാണ്. ടാമോ വണ്ടിയിൽ ഗ്യാസ് നിറയ്ക്കാൻ നിർത്തിയ സ്ഥലം കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. ഒരു തട്ടിക്കൂട്ട് ഗ്യാസ് സ്റ്റേഷൻ. എന്തായാലും ഇവിടെ മറ്റുള്ള സ്ഥലത്തേക്കാളും ചെറിയ വിലക്ക് ഗ്യാസ് കിട്ടുമെന്ന് ഉറപ്പായി. ഒരു ഗ്യാസ് സ്റ്റേഷൻ ശരിക്കും ഇത്രയൊക്കെ മതി എന്ന് തോന്നിപ്പോയി. ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ റെൻറ്റും കുറവായാൽ പിന്നെ ചെറിയ വിലക്ക് ഗ്യാസ് കൊടുക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. ഇത് തന്നെയായിരിക്കും ആൾക്കാർക്കും കസ്റ്റമേഴ്സിനും വേണ്ടത്. നമ്മളെന്തിന് 1 രൂപയോ 2 രൂപയോ അധികം കൊടുത്ത് വളരെ എക്സ്പെൻസീവായ അല്ലെങ്കിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള ഒരു സ്ഥലത്ത് പോയിട്ട് പെട്രോൾ അടിക്കണം? ഇങ്ങനെയൊരു സ്ഥലം ഉണ്ടാകുമ്പോൾ അവിടെ നിന്നും ജോർജിയൻ മിലിറ്ററി ഹൈവേയിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. റഷ്യയിലേക്ക് കണക്ട് ചെയ്യുന്ന മിലിറ്ററി റോഡാണിത്. റോഡിൻ്റെ 2 ഭാഗങ്ങളിലും മലനിരകൾ വരാൻ തുടങ്ങി. ഞങ്ങൾ അരക്വി നദിയുടെ തീരത്തെത്താനായി. ഇവിടെ കൃത്രിമമായി നിർമ്മിച്ച ഒരു തടാകമുണ്ട്. അതാണ് ഞങ്ങൾ ഫസ്റ്റ് കാണാൻ പോകുന്ന ജിൻവാലി ഡോംബ്. 1980 പണി കഴിപ്പിച്ചതാണത്. ഈ രാജ്യത്തിന് ആവശ്യമായ ഊർജവും അതുപോലെ തന്നെ ശുദ്ധജല വെള്ളവും ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന ഭാഗം ഉത്പാദിപ്പിക്കുന്നത് ഇവിടെയാണ്. ഇതാണ് ആ ഡാമിൻ്റെ തുടക്കം. 1980 ഇത് പണി കഴിപ്പിച്ചത്. ഈ തടാകത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇതിൻ്റെ നിറം തന്നെയാണ്. ഇളം നീല നിറത്തിലുള്ള വെള്ളം, കോക്കസസ് മലയിലെ മഞ്ഞുരുകി വരുന്ന വെള്ളം അവർ തടഞ്ഞു നിർത്തി അവരുടെ ഊർജത്തിൻ്റെയും അതുപോലെ തന്നെ ദൈനംദിന ആവശ്യത്തിൻ്റെയും ഒക്കെ ഭാഗമാക്കാൻ വേണ്ടി ഒരു വലിയ പ്രൊജക്റ്റ് അത് അവർ 10-45 വർഷം മുന്നേ ചെയ്തു. അതിനുശേഷം ഇവിടെയുള്ള ആളുകൾക്ക് ശുദ്ധജലത്തിൻ്റെയും അതുപോലെ തന്നെ ഊർജത്തിൻ്റെയും ലഭ്യത അവിടുത്തെ ഗവൺമെൻറ്റിന് ഉറപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞു. ആ തടാകത്തിൻ്റെ പനോരമിക്കായിട്ടുള്ള ആ കാഴ്ചകളൊക്കെ കുറച്ച് സമയം ആസ്വദിച്ച ശേഷം ഞാൻ ചുറ്റും നടന്നു നോക്കാൻ തുടങ്ങി. അവിടെ ഒരുപാട് സൊവനിയർ ഷോപ്സൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാത്തിനും താരതമ്യേന വിലകൾ അല്പം കൂടുതലാണ്. വെറുതെ നോക്കിയും ദൃശ്യങ്ങൾ പകർത്തിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തെങ്കിലും വാങ്ങണം. അപ്പം നമ്മൾ ചില സാധനങ്ങളുടെയൊക്കെ വില ചോദിക്കുമ്പോഴൊക്കെ അവർക്ക് വാങ്ങും ഇവർ എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ അവർ വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കും. ഞങ്ങൾ വാങ്ങില്ല എന്ന് മനസ്സിലായാൽ അവരുടെ മട്ട് മാറും. പല മിനിയേച്ചേഴ്സും അതുപോലെ തന്നെ സോവനിയേഴ്സും ഒക്കെ വളരെയധികം ഭംഗിയുള്ളതായിരുന്നു. പക്ഷേ വില അല്പം കൂടുതലായതുകൊണ്ട് ഞാനൊന്നും വാങ്ങിയില്ല. ഇതുപോലുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ ഇതുപോലത്തെ സാധനങ്ങൾ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വില അധികം കൊടുക്കേണ്ടി വരും. സിറ്റിയിൽ ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങൾ കിട്ടും. അവിടെ നമുക്ക് ചീപ്പ് റേറ്റിൽ സാധനം വാങ്ങാം. ഇതുപോലുള്ള ഫ്രിഡ്ജ് ബാൻഡുകളൊക്കെ ഞാൻ എല്ലാ രാജ്യത്തും പോയാലും ഒന്ന് വാങ്ങുന്നതാണ് ഒരു ഓർമ്മയ്ക്ക്. അങ്ങനെ അവിടെ ഏകദേശം ഒരു 30 മിനിറ്റ് ചിലവഴിച്ചതിന് ശേഷം ഞങ്ങളുടെ യാത്ര തുടർന്നു. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് ഡ്രാഫ്റ്റിങ്ങിനാണ്. ഇന്നലെയുള്ള സിറ്റി ടൂറിൽ ടാമോ എന്നോട് ജസ്റ്റ് സൂചിപ്പിച്ചിരുന്നു. അത് ഓർമ്മയുള്ളത് കൊണ്ട് ടാമോ പറഞ്ഞു, ഇപ്പം പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ഡ്രാഫ്റ്റിംഗ് സെൻ്റർ ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് അവിടെ കയറിയിട്ട് ഡ്രാഫ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ
കൂടെയുള്ള നമ്മുടെ ജേക്കബും റീയും പിന്മാറി. അവർക്ക് താല്പര്യമില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേര് മാത്രമാണുള്ളത്. അതുകൊണ്ട് ഡ്രാഫ്റ്റിംഗ് വേണോ വേണ്ടേ എന്നുള്ള മനസ്സിലായിരുന്നു. ഇതാണ് അനനൂരി ഫോർട്രസ്. ഞങ്ങളിപ്പോൾ ഇവിടെ കയറുന്നില്ല, തിരിച്ചു വരുമ്പോൾ അവിടെ കയറാമെന്ന് ടാമോ പറഞ്ഞു. കാരണം ഇപ്പം നമ്മളവിടെ കയറി ലേറ്റ് ആയാൽ നമുക്ക് ഗുദാവരിയിലേക്ക് ചിലപ്പം ട്രാഫിക് കിട്ടും. ശരി എന്ന് പറഞ്ഞ് ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. അടുത്ത ഡ്രാഫ്റ്റിങ്ങിൻ്റെ സ്ഥലം ഞങ്ങൾക്ക് ഈ അരക്വി നദിയുടെ ഒരു പ്രത്യേക ഒരു ഭാഗത്ത് തന്നെയാണ്. ഇവിടെ 2 സൈഡിലൂടെ നദികൾ ഓടുന്നുണ്ട്. ഒരു നദി കറുത്ത കളറും ഒരു നദി വെളുത്ത കളറുമാണ്. അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ സംഗമസ്ഥാനത്ത് ഇത് കറുപ്പും വെള്ളയും കൂടി ഇടകലർന്ന് ഒരു ഗ്രേ കളറിലുള്ള നദിയിലൂടെയാണ് ഞങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെയാണ് ഞങ്ങൾക്ക് ഒരു സ്റ്റോപ്പ് ഓവർ തന്നത്. ഇവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഡ്രാഫ്റ്റിങ്ങിൻ്റെ ആൾ വരും. അപ്പം മുന്നേ പറഞ്ഞത് ഡ്രാഫ്റ്റിങ്ങിന് 400 ലാറിയാണ് ഞങ്ങൾക്ക് 4 പേർക്കും കൂടി ചാർജ് ചെയ്യുക എന്നാണ്. പക്ഷേ റീയും ജേക്കബും പിന്മാറിയതോടുകൂടി ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് 2 പേർക്ക് 400 എക്സ്പെൻസീവാണ്, ഞങ്ങൾക്ക് 200 തരാണെങ്കിൽ ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു. അവർ കുറച്ച് ബാർഗെയിനൊക്കെ ചെയ്തു. പക്ഷേ 200 അവസാനം ഞങ്ങൾക്ക് ഒരു ഡ്രാഫ്റ്റിംഗ് അവർ ഉറപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു. അവിടുത്തെ പ്രകൃതിയൊക്കെ എങ്ങനെ ആസ്വദിച്ച് വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ കണ്ടങ്ങനെ ഇരുന്നു. ദൂരെ നിന്ന് കുറേ സമയം ആസ്വദിച്ചപ്പോൾ എനിക്ക് തോന്നി സമയമുണ്ടല്ലോ, ഒന്ന് അതിൻ്റെ അടുത്ത് പോയിട്ട് നോക്കാം. അങ്ങനെ അതിൻ്റെ അടുത്തേക്ക് നടന്നു. മിനുസമുള്ള കല്ലുകളും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ട് ആ വെള്ളത്തിലൊന്ന് കാലൊക്കെ നനയ്ക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം. അങ്ങനെ കുറച്ച് സമയം ഞാനവിടെ ചെലവഴിച്ചു. അഞ്ച് മിനിറ്റോളം അവിടെ അങ്ങനെ നടക്കുമ്പോഴത്തേക്കും ദൂരെ നിന്ന് വിളി വന്നു, ഡ്രാഫ്റ്റിങ്ങിൻ്റെ സമയമായി. അവർ ഒരു വണ്ടി കൊണ്ടുവന്നു. ഒരു വണ്ടിയിൽ ഞങ്ങളെ ഡ്രാഫ്റ്റിംഗ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഡ്രോപ്പ് ചെയ്തു. അവിടെ ഓൾറെഡി 2 പേർ ഡ്രാഫ്റ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത 2 പേരായി ഞങ്ങൾ അവിടെ ഇറങ്ങി. ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഡ്രാഫ്റ്റ് അവർ അവിടുന്ന് പൊക്കിക്കൊണ്ടുവന്നു. ഞങ്ങൾക്ക് വേണ്ടുന്ന സേഫ്റ്റി, ഹെൽമെറ്റ്, വെസ്റ്റ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് തന്നു. പിന്നീട് ഞങ്ങൾക്ക് അല്പം നിർദ്ദേശങ്ങളൊക്കെ തന്നു. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് തുഴയേണ്ടത്, ഇന്ന സ്ഥലത്ത് എത്തുമ്പോൾ എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യണം, അതുപോലുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് ശേഷം ഞങ്ങൾ റെഡിയായി. വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ടായിരുന്നു. അവർ പിടിച്ചു തന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ കംഫർട്ടബിളായി കയറിയിരുന്നു. തുഴയാൻ തുടങ്ങിയപ്പോൾ ആദ്യം കുറച്ച് പേടിയൊക്കെ തോന്നി. കാരണം ഈ ബോട്ട് കൺട്രോളിൽ നിൽക്കുന്നില്ല. ഇത് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിനനുസരിച്ച് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇത് 2 സൈഡിലേക്ക് കൂടിയും വല സൈഡിലേക്ക് കൂടിയും നദികൾ ഒഴുകുന്നുണ്ട്. വല്ല പെട്ടെന്നുള്ള താഴ്ചയോ മറ്റോ വരുമോ? സാധാരണ ഡ്രാഫ്റ്റിങ്ങിലൊക്കെ വെള്ളക്കെട്ടിലൂടെയും അതുപോലെ തന്നെ ചെറിയ വെള്ളച്ചാട്ടം പോലുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ ഡ്രാഫ്റ്റിങ് ബോട്ട് പോകുന്നത് കാണാറുണ്ട്. അതുപോലത്തെ എന്തെങ്കിലും സഡൻ സർപ്രൈസ് ആയിട്ട് വരുമോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ആ മൊമെൻ്റ് എൻജോയ് ചെയ്തുകൊണ്ട് ഞങ്ങൾ തുഴയാൻ തുടങ്ങി. ഇടതുഭാഗത്ത് വലിയ മലനിരകളും അതുപോലെ തന്നെ വലതുഭാഗത്ത് സമതലമായ പ്രദേശവും എല്ലാം ആയി നല്ല ഒരു ആംബിയൻസ് തന്നെയായിരുന്നു അത്. ഞങ്ങൾ ശരിക്കും അവിടെ എൻജോയ് ചെയ്തു. ഞങ്ങളുടെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഡ്രാഫ്റ്റിംഗ് പെട്ടെന്ന് തീർന്നു. 2 കിലോമീറ്റർ പോകുന്ന പറഞ്ഞത്. ആ 2 കിലോമീറ്റർ എത്ര പെട്ടെന്ന് തീർന്നു എന്ന് മനസ്സിലായില്ല. അപ്പം ഞങ്ങൾ വന്ന ആ ബോട്ട് അവർ തിരിച്ച് ആ വണ്ടിയിലേക്ക് തന്നെ കയറ്റി. ഞങ്ങളെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഡ്രോപ്പ് ചെയ്ത കാർ ഇവിടെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരതിൻ്റെ അകത്ത് ഞങ്ങളെയും കയറ്റി ഞങ്ങളെ ടാമോ വെയിറ്റ് ചെയ്യുന്ന നേരത്തെയുള്ള കഫേയിലേക്ക് പോയി. അവിടെ എത്തിയ ശേഷം ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങി. ഇനി ഞങ്ങൾ പോകുന്നത് ഗുദാവരിയിലേക്കാണ്. ഗുദാവരിയാണ് നമ്മുടെ ഇന്നത്തെ യാത്രയിലെ ഏറ്റവും ഹൈലൈറ്റ്. ഗുദാവരി എന്ന് പറഞ്ഞാൽ ഒരു ഹിൽ സ്റ്റേഷനാണ്. ഈ ഹിൽ സ്റ്റേഷനിലേക്ക് ഇനി അങ്ങോട്ടേക്ക് പോകുന്തോറും നമ്മളെ കാത്തിരിക്കുന്നത് മനോഹരമായ കാഴ്ചകളാണ്. പച്ചപ്പുല്ല് നിറച്ച പോലത്തെ മലനിരകൾ, അതുപോലെ തന്നെ ചുറ്റും മൃഗങ്ങൾ, അതുപോലെ നിറഞ്ഞ മഞ്ഞ നിറത്തിലും ചുവപ്പ് നിറത്തിലും ഒക്കെയുള്ള പൂക്കൾ. ഇതൊക്കെ ഒരു പരവതാനി വിരിച്ച പോലെ ഇങ്ങനെ കാണാം എന്നൊക്കെ ഞാൻ ഈ യാത്രയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു.
വൺ ഓഫ് ദ ബെസ്റ്റ് യൂറോപ്യൻ ടൂർ എന്നൊക്കെ ആൾക്കാർ ഇതിനെ വിളിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ മുന്നോട്ട് പോകുന്തോറും വീണ്ടും കുറേ ഡ്രാഫ്റ്റിങ്ങിൻ്റെയൊക്കെ സെൻറ്റേഴ്സ് കണ്ടു. അപ്പോൾ ഈ നദി മെയിനായിട്ട് ഒരുപാട് ഇതേപോലെ ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്ന ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി. അവിടെ നിന്ന് യാത്ര അങ്ങനെ തുടങ്ങുമ്പോൾ നമ്മൾ വീണ്ടും മലമുകളിലോട്ട് കയറി പോവുകയാണ്. കാറ് പതുക്കെ പോകുന്നത് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ ചില മലനിരങ്ങളുടെ ഉള്ളിലേക്ക് കൂടി ഒരു ടണൽ നിർമ്മിച്ചിട്ട് ഉണ്ടാക്കിയ റോഡുകളൊക്കെ വളരെ കൗതുകമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആ യാത്രയുടെ ദൈർഘ്യം കുറക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഇത്രയും മനോഹരമായ ഒരു ബ്രിഡ്ജ് എന്ന് തന്നെ പറയാം. അതിൽ ആ ബ്രിഡ്ജ് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ വേറെ ഒരു വഴിയിലൂടെയാണ് ഞങ്ങൾ ഗോദാവരിയിലേക്ക് പോകുന്നത്. നല്ല നല്ല മലയോര മേഖലകളും അതുപോലെ തന്നെ കുന്നും ചെരുവുകളും ഒക്കെ കാണാൻ വേണ്ടി തുടങ്ങി. അവിടെ അങ്ങിങ്ങായി ചെറിയ വീടുകൾ, അതുപോലെ തന്നെ മേഘങ്ങളൊക്കെ വളരെ അടുത്ത് വരുന്ന പോലെ തോന്നി. അങ്ങനെ യാത്ര എൻജോയ് ചെയ്തുകൊണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഞങ്ങൾക്ക് ഏകദേശം 1.5-2 മണിക്കൂർ യാത്രയുണ്ട്. യാത്ര ഒട്ടും വിരസമല്ല. കാരണം ഞങ്ങളെ കാത്ത് ഓരോരോ വളവിലും പുതിയ ദൃശ്യങ്ങളുണ്ടായിരുന്നു. അവയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അതിലൂടെയൊക്കെ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പോകുന്ന സ്ഥലത്ത് ചില ഹണി ഷോപ്പിൻ്റെ ബോർഡൊക്കെ കണ്ടു. അപ്പോൾ ടാമോ പറഞ്ഞു അത് ഹണി ഷോപ്പല്ല, അത് ഷുഗർ ഷോപ്പാണെന്ന്. അപ്പോൾ ടാമോ ഉദ്ദേശിച്ചത് ഹണി എന്ന് പറഞ്ഞിട്ട് അവർ ഷുഗറാണ് അവർ അതിൽ കലക്കിയിട്ടുള്ളത്, അത് ഒറിജിനൽ ഹണി അല്ല എന്ന് ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു പുള്ളി. ടാമോയെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞു, പുള്ളി പ്രത്യേക ക്യാരക്ടറാണ്. എപ്പോഴാണ് പുള്ളി തമാശ പറയുകയാണോ അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുകയാണോ എന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ആള് ഭക്ഷണമൊന്നും കഴിക്കില്ല, സിഗരറ്റ് മാത്രമേ വലിക്കുള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പറയുന്നത് തമാശ രൂപത്തിലാണോ അല്ലെ ശരിക്കും പറഞ്ഞതാണെന്ന് പോലും നമുക്ക് കൺഫ്യൂസ് ആയിക്കും. ഇന്നത്തെ യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ച സമയത്ത് പുള്ളി പറഞ്ഞു ഓൺലി ഗോദാവരി. അപ്പോൾ അനാനൂരി ഫോർട്രസ്സും അതുപോലെ തന്നെ ജിൻവാലി ഡോംബൊക്കെ നമ്മുടെ ലിസ്റ്റിലുള്ളതാണല്ലോ. ഇനി ഇയാൾ അവിടെ മാത്രം ഗോദാവരി മാത്രം പോയിട്ടാണോ തിരിച്ചു വരുവാന്ന് വെച്ച് ഞാൻ ഉടനെ ടാമോനെ വിളിച്ചു. ടാമോനെ ഡയൽ ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ അയാൾ ദേഷ്യം പിടിച്ചു. എന്തിനാണ് ടാമോയെ വിളിക്കുന്നത്? ടാറ്റോയെ വിളിക്കുന്നത്. ടാമോ ഞങ്ങളുടെ ഡ്രൈവറും ടാറ്റോ ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്ററുമാണ്. അപ്പോൾ ഇവരുടെ പേര് തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകും. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഈ ടാമോ. അങ്ങനെ ഞങ്ങളുടെ മെയിൻ സ്പോട്ടായ ഗോദാവരിയിലെ റഷ്യൻ ആൻഡ് ജോർജിയൻ ഫ്രണ്ട്ഷിപ്പ് മോണ്യുമെൻറ്റ് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഞങ്ങളെ കൊണ്ടുപോയി ഇറക്കിയത്. വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു. ഒരു കുന്നിൻ്റെ മുകളിൽ നടന്നു പോകാൻ മാത്രം ഒരു സ്ഥലമുള്ള ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു വലിയ ഒരു വാള്, ഒരു ആർച്ച് ഷേപ്പിലുള്ള ഒരു വാള്, അതിന് മുകളിൽ റഷ്യൻ പെയിൻറ്റിങ്സ്, അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്ന നിറയെ ആൾക്കാർ, ചുറ്റും മലനിരങ്ങൾ, മുകളിലൊക്കെ മഞ്ഞ് ഇങ്ങനെ ഉരുകി. ജൂൺ മാസമായതിനാൽ മഞ്ഞിൻ്റെ കാഠിന്യമൊക്കെ കുറഞ്ഞു നിൽക്കുകയാണ്. അല്ലെങ്കിൽ മറ്റ് വിൻ്റർ സീസണിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കാണാൻ പോലും പറ്റില്ല, അടുത്തടുത്തുള്ളവരെ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞ് മൂടിയിട്ടാണ് ഉണ്ടാകുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ഓരോ അനുഭവങ്ങളൊക്കെ മറ്റുള്ള ടാമോ ഞങ്ങളോട് പറഞ്ഞു തന്നു. അതിനുശേഷം ഈ പെയിൻറ്റിങ്ങിൻ്റെ ഈ ഏരിയ വീഡിയോ ഒക്കെ ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പം എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളിലും ഇതുപോലുള്ള റൗണ്ട് പോഡിൽ നിന്നിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നത് നിറയെ കാണാറുണ്ട്. അങ്ങനെ അവിടെ അല്പസമയം ചിലവഴിച്ചു. അവിടെ നിന്ന് ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടേക്ക് ഒന്ന് നടന്ന് നോക്കി. ഈ സ്ഥലത്തിന് പിന്നീട് വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ഇതാണ് ഡെവിൾസ് പ്ലേസ്. കാരണം ഈ മലനിരകളുടെ നിന്ന് കാലുവഴിക്ക് താഴെ വീണ് മരിച്ചു പോകുന്നുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനൊരു പേരിട്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ആ ഒരു ആംബിയൻസും അവിടെയൊക്കെ വളരെ മനോഹരമായിരുന്നു. അവിടെ ഓരോ സമയവും ചെലവിടും തോറും നമ്മൾ ഈ രാജ്യത്ത് വന്നതിലുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണെന്ന് മനസ്സിലാവും. പിന്നെ ഈ പാരാഗ്ലൈഡിങ്, അതുപോലെ ട്രക്കിംഗ് ടു ഐസ്, ട്രക്കിംഗ് ടു സ്നോ, ഇതുപോലുള്ള ഒരുപാട് ആക്ടിവിറ്റീസും അവിടെ നമുക്ക് കിട്ടും. വെറും 300 ലാറി മാത്രമാണ് ഈ പാരാഗ്ലൈഡിങ്ങിന് ചിലവഴിക്കേണ്ടത്. അതും പാരാഗ്ലൈഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൗണ്ടെയ്ൻസിൻ്റെ ഇടയിലൂടെ ഉള്ള ആ ഒരു യാത്ര ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ കുളിര് പോയി. ഞങ്ങളത് എടുത്തില്ല. ഓൾറെഡി ഇന്ന് റാഫ്റ്റിംഗൊക്കെ കഴിഞ്ഞു ക്ഷീണിച്ചിട്ടാണുള്ളത്. ഇനി പാരാഗ്ലൈഡിങ്ങിനുള്ള ശക്തിയൊന്നുമില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തിരിച്ചു പോകാമെന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ സ്നോ നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം ഞങ്ങൾ പോകുന്ന ഈ സ്ഥലങ്ങളിലൊന്നും ഇപ്പോൾ സ്നോ ഇല്ല. അതുകൊണ്ട് ഈ സ്നോയിലേക്കുള്ള ട്രക്കിങ്ങിന് 500 ലാറിയാണ് അവിടെ നിന്ന് ചാർജ് ചെയ്യുന്നത്.
ഞങ്ങളതും വേണ്ടെന്ന് വെച്ചു. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ടാമോ ജേക്കബിനും റിയക്കും ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. ഞാനും ഫോട്ടോസൊക്കെ എടുത്തു. തിരിച്ച് ഞാൻ ചുറ്റും ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നല്ല തണുത്ത ക്ലൈമറ്റിൽ ആ പുൽത്തകിടിലൂടെ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ കുറച്ച് പേര് കുതിര സവാരി ചെയ്യുന്നതും ഒരാൾ കുതിരയെ കുളിപ്പിക്കുന്നതും അതുപോലുള്ള കുറേ പേര് ഞങ്ങളെ കൂടെ വന്ന കുറേ ടൂറിസ്റ്റുകൾ ഇങ്ങനെ ചുറ്റും നടക്കാൻ വേണ്ടി ഇറങ്ങിയതൊക്കെ കണ്ടു. എന്തായാലും ആ കുതിരകളുള്ള സ്ഥലത്തേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ടേക്ക് നടന്നു. അപ്പോൾ ഞാൻ ആ കുതിരകളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ കുതിരകൾ അവരുടെ ആ ഒരു ടൈം എൻജോയ് ചെയ്യുമായിരുന്നു. അവർ കുളിയൊക്കെ കഴിഞ്ഞ് അവർ ഫ്രഷായിട്ട് അവർ പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു സമയത്താണ് ഞാനവിടെ എത്തിയത്. അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കുതിരകളെ എപ്പോഴും ഭയങ്കര ഒരു കൗതുകത്തോടെയാണ് ഞാൻ നോക്കിക്കാണാറ്. ശക്തിയുടെയും അതുപോലെ തന്നെ സൗന്ദര്യത്തിൻ്റെയൊക്കെ പര്യായമായ ഒരു മൃഗം, നമ്മുടെ നാട്ടിലൊക്കെ അധികം കാണാൻ പറ്റാത്തൊരു മൃഗം. അപ്പോൾ അതിനെ എപ്പോഴും എവിടെ കിട്ടിയാലും ഞാൻ കുറേ ഫോട്ടോസ് എടുക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നോക്കാനൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ വളരെ വാല്യബിളായ ഒരുപാട് എൻജോയ് ചെയ്ത ഒരു മണിക്കൂർ നേരം അവിടെ ചിലവഴിച്ചിട്ടുണ്ടാകും. അതിനുശേഷം ഞങ്ങളുടെ യാത്ര തിരിക്കുമ്പോൾ ചെറുതായിട്ട് മഴകൾ പെയ്യാൻ തുടങ്ങിയിരുന്നു. പിന്നെ ഇനി അങ്ങോട്ടേക്ക് ഇറക്കമാണ്. അപ്പോൾ ടാമോ അയാളുടെ പരമാവധി സ്പീഡിൽ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു സ്പോട്ടിലെത്തിയപ്പം ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിർത്തി. ആ ഒരു സ്ഥലത്ത് കബാബ് അതുപോലെ പിസ്സ അതുപോലത്തെ സാധനങ്ങൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സാധാരണ ഒരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ആ രാജ്യത്തെ ഫുഡ് പരമാവധി കഴിക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ ഈ സമയത്ത് നമുക്ക് നല്ല വിശപ്പുണ്ട്. അടുത്തൊന്നും അങ്ങനെ പോയിട്ട് എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശരി, കൂടെയുള്ളവർക്കും ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാനാണ് താല്പര്യം. അപ്പോൾ അങ്ങനെ കയറി അവിടെ നിന്ന് കഴിച്ചു. ഭക്ഷണം ഓർഡർ ചെയ്തപ്പം ടൈം എടുക്കും അത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള വ്യൂസും ഇതൊക്കെ കുറച്ച് സമയം എൻജോയ് ചെയ്തു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ പിന്നെ ആ വലിയ ഗർത്തത്തിലൂടെ പരുന്തുകളിങ്ങനെ മുകളിലോട്ടേക്ക് വരുന്നതും പിന്നെ അത് പറക്കുന്നതും ഒക്കെ ഞാൻ വളരെയധികം സൂക്ഷ്മതയോടെ നോക്കുകയായിരുന്നു. കാരണം പരുന്തുകളൊക്കെ ഇത്രയും താഴെ പറന്ന് നടക്കുന്നത് അപൂർവമായിട്ടേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് ഇത്രയും മല മുകളിലുള്ള ഏരിയ ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ പിന്നെ മഴകളിങ്ങനെ ചെറുങ്ങനെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ നല്ല ഒരു ക്ലൈമറ്റായിരുന്നു. കോൾഡും അതുപോലെ ചെറിയൊരു മഴയുടെ ഡ്രിസ്ലിങ്ങും ഒക്കെ കൊണ്ട് ചെറിയ കാറ്റും ഒക്കെ ആയിട്ട് അങ്ങനെ അവിടെ എൻജോയ് ചെയ്തു. കുറേ സമയം അവിടെ തന്നെ അങ്ങനെ ചിലവഴിച്ചു. അപ്പോഴത്തേക്ക് നമ്മളെ ഫുഡ് റെഡിയായി. പിന്നെ ഫുഡ് കഴിച്ചു. പിന്നെ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാനുണ്ട്. അധികം സമയം ചിലവഴിക്കാനില്ല. അപ്പം ടാമോ ആണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും ഭക്ഷണം കഴിക്കാൻ റെഡിയല്ല. ഞങ്ങൾ വളരെ ദേഷ്യപ്പെടുന്ന പോലെയൊക്കെ പുള്ളിയോട് സംസാരിച്ചു ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേരിൽ. പക്ഷേ പുള്ളി ഒരേ വാശി ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്നുള്ളത്. പുള്ളി അവിടെ ഇരുന്ന് സിഗരറ്റ് വലിച്ചു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പെട്ടെന്ന് ഒരു 40 മിനിറ്റോളം അവിടെ ചിലവഴിച്ചിട്ടുണ്ടാകും. കനലിൽ ചായ ഉണ്ടാക്കുന്ന ഒരു മെഷീൻ അവിടെ കണ്ടു. അതിൻ്റെ അടുത്ത് ഞങ്ങൾ കുറച്ച് സമയം ചിലവഴിച്ചു. കാരണം ആ തണുപ്പത്ത് ആ ചൂടുള്ള ഇതിൻ്റെ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖമായിരുന്നു. അത് കഴിഞ്ഞു ഞങ്ങൾ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തു. മല വീണ്ടും ഇറങ്ങാൻ വേണ്ടി തുടങ്ങി. നമുക്കിനി ബാക്കിയുള്ള ഒരു സ്ഥലം അനാനുരി ഫോർട്രസ്സാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ അനാനുരി എത്തി. അവിടെ അറഗാവി നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ രാവിലെ കണ്ട ജിൻവാലി ഡോംബിൻ്റെ അതിൻ്റെ വളരെ അടുത്തൊരു സ്ഥലം തന്നെയാണിത്. രാവിലെ ഞങ്ങൾ ട്രാഫിക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പോകാതെ നേരെ ഞങ്ങൾ ഗോദാവരി പോയതല്ലേ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തിരിച്ചുകൂടി എത്തുമ്പോഴത്തേക്കും വളരെ നല്ല ക്ലൈമറ്റായിരുന്നു അവിടെ. തണുപ്പ് നല്ലവണ്ണം കൂടിയിട്ടുണ്ട്. സന്ധ്യ ഒരു മഴ കഴിഞ്ഞു. മഴയൊക്കെ കഴിഞ്ഞതുകൊണ്ടുള്ള ഇതാകാം. അപ്പോൾ നമ്മൾ അനാനുരി ഫോർട്രസ് പോകുന്നതിന് മുന്നേ അവിടെ തടാകത്തിൻ്റെ സൈഡിലേക്കൂടെയൊക്കെ ഒന്ന് നടന്നു നോക്കാം എന്ന് കരുതി അങ്ങോട്ടേക്ക് നടന്നു. അതൊരു പാർക്ക് പോലത്തെ ഏരിയയാണ്. ഫാമിലീസൊക്കെ ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനും ചായ കുടിക്കാനും അതുപോലെ ചെറിയ ചെറിയ കഫേ പോലത്തെ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. വളരെ പനോരമിക് ആയിട്ടുള്ളൊരു വ്യൂ. മലനിരകളിങ്ങനെ നീണ്ട് കിടക്കുകയാണ്. കോക്കസസ് മൗണ്ടെയ്ൻസിൻ്റെ ഭാഗമാണ്. ആ രാവിലെ പറഞ്ഞ ആ ശുദ്ധവെള്ളം ഒഴുകി വീഴുന്നത് ഈ നദിയിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ സമയം നിന്നു. വളരെ ഒരു മനസ്സിന് ഒരു പ്രത്യേക സുഖം തരുന്ന ഒരു സ്ഥലം എന്ന് തന്നെ പറയാം.
അപ്പോൾ ആൾക്കാർ വൈകുന്നേരത്തെ നടത്തത്തിനും പിന്നെ കുട്ടികൾ പാർക്കിൽ കളിക്കാനും ഒക്കെ ഇറങ്ങിയിരിക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് നിന്നു, കൂടെയുള്ളവരൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ കൂടുതലും ഇങ്ങനെ പല സ്ഥലങ്ങൾ കാണുമ്പോൾ സ്ഥലത്തിൻ്റെ വീഡിയോ എടുക്കുക, അതിൻ്റെ നല്ല ഫോട്ടോസ് എടുക്കുക, അല്ലാതെ അതിൻ്റെ മുന്നിൽ എൻ്റെ ഈ വൃത്തിയിട്ട മുഖം കൊണ്ടുപോയിട്ട് വെക്കാൻ ഞാൻ പരമാവധി ട്രൈ ചെയ്യാറില്ല. കാരണം ഞാൻ പോകുന്നത് പരമാവധി സ്ഥലങ്ങൾ ക്യാപ്ചർ ചെയ്യാനാണ്. ഞാൻ അതിൻ്റെ മുന്നിൽ എനിക്ക് 2-3 പോസേ കൊടുക്കാനുള്ളൂ. അത് തന്നെ എല്ലാത്തിനും മുന്നിൽ വെച്ച് എനിക്ക് കാണുന്ന ആ ഒരു ഫോട്ടോ, ആ ഒരു സ്ഥലത്തിൻ്റെ അത്രയും ഭാഗം എൻ്റെ ശരീരം കൊണ്ട് മറക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കൂടുതലും ഇങ്ങനെയുള്ള ഫോട്ടോസ് പിന്നെ ഒഴിവാക്കിയിട്ട് ഞാൻ കൂടുതലും വീഡിയോസിലേക്കാണ് പോകാറ്. അപ്പോൾ കൂടുതലവരൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഓടി നമ്മുടെ ഫോട്ടോസിൻ്റെ ഉള്ളിലെത്തി. അപ്പോൾ ഈ അധിക കോട്ടകളും ഇതിൻ്റെ ഉള്ളിൽ പള്ളികളുണ്ടാവും. അവിടെ മുന്നേ താമസിക്കുന്നവർക്ക് അവരുടെ ആരാധനയും കാര്യങ്ങളൊക്കെ നിവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമായിരിക്കാം ഈ ഫോട്ടോസിൻ്റെ ഉള്ളിലൊക്കെ ഈ പള്ളികളുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയ സമയത്ത് അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ. കാരണം പിന്നെ ഒരു ആത്മീയത തുളുമ്പുന്ന, എന്താ പറയുക, ഭയങ്കര നിശബ്ദമായിട്ട് തണുത്ത ആ ചുമരുകൾക്കുള്ളിൽ ആൾക്കാരിങ്ങനെ കുറേ ഫോട്ടോസും പല സ്ഥലങ്ങളിലും ഫോട്ടോസും വീഡിയോസും അലോ ചെയ്യില്ല. പക്ഷേ ഇവിടെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ഒരു ഹിസ്റ്ററിയുള്ള ഒരു സ്ഥലമാണിത്. പണ്ട് ഡ്യൂക്സ് രാജാക്കന്മാർ അവർ താമസിച്ചിരുന്ന സ്ഥലമാണിത്. അവരുടെ ശത്രുക്കളെ, ചുറ്റുപാടുമുള്ള ശത്രുക്കളെ ഈ മലങ്ങളിലിരുന്ന് നോക്കുകയും അവരുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും എല്ലാം ചെയ്ത ഒരു കോട്ടയാണിത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചെറിയ ചെറിയ ക്ലോക്കുകൾ, അതുപോലെ ഒരുപാട് വാൾ പെയിൻറ്റിങ്സുകൾ, ഒരുപാട് ഇതുപോലത്തെ സ്കൾപ്ചേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ കൗതുകത്തോടെ തന്നെ ഞാൻ നോക്കി. ഒരുപാട് ക്രിസ്തീയ ദൈവങ്ങളുടെ, അവരുടെ പ്രവാചകരുടെ, അതുപോലെ തന്നെ ഓരോ സമയത്തും അവരുടെ പ്രചാരണം ഏറ്റെടുത്ത ആൾക്കാരുടെ, അങ്ങനെ ഒരുപാട് പേരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ തന്നെ ഒന്ന് കൊണ്ടുപോയിട്ടൊന്ന് നോക്കേണ്ടി വരും. കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളിപ്പോൾ ആ ഒരു ഇത്രയും വർഷം പുറകെയാണ് ജീവിക്കുന്നത്. എങ്ങനെയായിരിക്കും നിങ്ങളുടെ ലൈഫ്? അതുപോലെ തന്നെ അവരുടെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? അവരെങ്ങനെയായിരിക്കും അവരുടെ ദൈനംദിന കൃത്യങ്ങൾ ചിലവഴിച്ചിട്ടുണ്ടാവുക? അവരവരുടെ സമയം എങ്ങനെയായിരിക്കും ചിലവഴിച്ചിട്ടുണ്ടാവുക? അവരുടെ ജോലി എങ്ങനെയൊക്കെ ആയിരിക്കും? അവരെന്തായിരിക്കും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുക? അതുപോലെ തന്നെ അവരിതെങ്ങനെയൊക്കെയാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുണ്ടാവുക? ആ സമയത്തുള്ള അവരുടെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് കൊണ്ട് എങ്ങനെയായിരിക്കും ഇതൊക്കെ നിർമ്മിച്ചിട്ടുണ്ടാവുക? ഇതൊക്കെ എത്ര കാലം എടുത്തിട്ടുണ്ടാവും? അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഉള്ളിൽ എത്ര പേരുടെ ജീവൻ പൊലിഞ്ഞു പോയിട്ടുണ്ടാകാം ഇതൊക്കെ ഉണ്ടാക്കുന്നതും, അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് ഉള്ളറിഞ്ഞ് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഒരു മനസ്സിൽ തന്നെ ഒരു ഫീല് കിട്ടും. ആ ഒരു ഇതാണ് നമ്മൾ യാത്ര ചെയ്യാൻ എപ്പോഴും പ്രേരിപ്പിക്കുന്നത്. ആ ഒരു സ്ഥലങ്ങളിലൂടെ പോവുക, അതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് എപ്പോഴും എന്താ പറയുക, ഭയങ്കര മനസ്സിന് എന്താ പറയുക, യാത്രയെ ഒന്ന് നമ്മളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഉപകരിക്കും. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ചുറ്റും നടന്നു. അതിൻ്റെ ചുറ്റും നിന്ന് പുറത്ത് നീണ്ടു കിടക്കുന്ന അരകാവി നദിയും അല്ലെ കോക്കസസ് മൗണ്ടെയ്ൻസിൻ്റെയും വ്യൂസൊക്കെ കണ്ടു. പിന്നെ അവിടെ ഒരു കിണറുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കുറേ ആൾക്കാർ പൈസ ഇട്ടിട്ട് കണ്ടു. നേർച്ച പോലെ എന്തെങ്കിലും അവിടെ വന്ന ചടങ്ങ് എന്തെങ്കിലും ആയിരിക്കാം. അതൊക്കെ കണ്ടു, അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഒരു മണിക്കൂറോളം അവിടെ ചിലവഴിച്ച ശേഷം ഞങ്ങൾ തിരിച്ചു പോകാനുള്ള ടൈമായി. കാരണം ഇനി ഞങ്ങൾക്ക് വീണ്ടും ഇവിടുന്ന് 1 മണിക്കൂറോളം യാത്രയുണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഇന്നത്തെ യാത്ര നേരത്തെ തീരും. നമ്മുടെ ഒരു 5 മണിക്കൊക്കെ നമ്മൾ തിരിച്ച് നമ്മുടെ താമസ സ്ഥലത്തെത്തും. പക്ഷേ പിന്നെയും രാത്രി ആകാൻ സമയം കിടക്കുകയാണ്. 9 മണിക്ക് നേരെ വരട്ടേ ഉള്ളൂ. അപ്പം സമയം ബാക്കിയുണ്ട്. അപ്പോൾ അതിന് പോയതിന് ശേഷം എന്തെങ്കിലും പ്ലാൻ ചെയ്യണം, പുറത്തേക്കെങ്കിലും ഇറങ്ങാമെന്നുള്ള മനസ്സിൽ കണക്കൂട്ടുകളോട് കൂടി ഞങ്ങൾ തിരിച്ച് 2-3 നല്ല സ്ഥലങ്ങൾ കണ്ട് ഒരു ചാരിതാർത്ഥ്യത്തോടെ ഒരു ദിവസം നമ്മൾ ശരിക്കും യൂസ് ചെയ്തു എന്നൊരു ഫീലോട് കൂടി നമ്മൾ യാത്ര തിരിച്ചു. ഇന്നത്തെ യാത്ര ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. ഇനി നാളെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ സ്ഥലത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ ആ വിവരണവുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ.